വീൽചെയറിന്റെ ചക്രം ഇങ്ങനെ ഉരുളുകയാണ്. സിനിമാ വേദികളിൽ നിന്ന് അടുത്ത വേദിയിലേക്ക്. 9 വർഷം മുൻപ് ഇതേ നിള തിയേറ്ററിനു മുന്നിൽ ഇതുപോലെ നിന്നതോർക്കുമ്പോൾ ഡോക്ടർ സിജുവിന് ഓർമ്മകളുടെ പടികൾക്ക് ഉയരം കൂടുന്നതായി തോന്നും. 2012 അങ്ങനെ ഞാനും എൻ്റെ ടീം മെമ്പേഴ്സും നോവെന്ന് പറയുന്ന ഷോർട്ട് ഫിലിമുമായിട്ട് കൈരളി തിയേറ്ററിൽ എത്തുന്നു. നേരെ ഫ്രണ്ടിൽ കുത്തനെയുള്ള ഒരു 10-12 സ്റ്റെപ്പുകളാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും ഇതുപോലെ ഇങ്ങനെ ഓടിച്ചാടി ഓരോ തിയേറ്ററിൽ നിന്ന് അടുത്ത തിയേറ്ററിലേക്കും പുറത്ത് ഓരോ പ്രോഗ്രാമുകളിലേക്കും ഒക്കെ നടക്കുമ്പോൾ എനിക്ക് ഇപ്പം മേളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ വൈകിട്ട് വരെ അവിടെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പുറത്തേക്ക് വരണമെങ്കിൽ മറ്റൊരു പുറത്ത് നടക്കുന്ന ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ വീണ്ടും എടുത്ത് ഇറക്കണം. അത് മാത്രമല്ല, ഇവരുടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് ഇവർ നമുക്കൊരു ഹോട്ടൽ തന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ സ്റ്റെപ്പ് ആയിരുന്നു. അതുപോലെ എനിക്ക് അന്നൊരു ഓംനി വാനാണ്. ആ വാനിൻ്റെ ഫ്രണ്ടിലേക്ക് എന്നെ എടുത്ത് കയറ്റിയിട്ട് വേണം വീൽ ചെയറും കയറ്റാനായിട്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ആ 2012 വന്നപ്പോൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ തിയേറ്ററിന് മുന്നിൽ ആർക്കും പോകാൻ കഴിയുന്ന റാമ്പ് വന്നു. IFFK വേദികളിലെല്ലാം അത് നല്ലൊരു മാറ്റമായി. പക്ഷേ റാമ്പ് കയറി വന്ന് അകത്തെത്തിയാൽ പിന്നെയുമുണ്ട് കടമ്പകൾ. തുടക്കം അല്ലെങ്കിൽ ആ മുൻപിൽ കാണുന്ന സൗകര്യങ്ങളെക്കാൾ അപ്പുറത്തേക്ക് കുറേ കാര്യങ്ങൾ കൂടി ചെയ്തു തരേണ്ടതുണ്ട്. നമ്മൾ അംഗീകരിക്കപ്പെടേണ്ട ഒരു വേദിയിൽ കയറാൻ പറ്റുന്നില്ല. അങ്ങനെ എനിക്ക് 2 തവണ സെലക്ഷൻ കിട്ടിയ ആളാണ്. പക്ഷേ എനിക്ക് ആ വേദിയിലേക്ക് കയറാൻ പറ്റാതെ ആ ബാക്കിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഈ ഫ്രണ്ടിൽ കാണുന്ന സ്റ്റെപ്പാണ്. നമ്മൾ ജീവിച്ച് കഴിഞ്ഞു പോകുമ്പോൾ ഇതൊക്കെയല്ലേ ഒരു ഓർമ്മ, അല്ലെങ്കിൽ ഇതൊക്കെ അവശേഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സന്തോഷം. ഈ വീൽ ചെയറിലിരുന്ന് ഇത്രയും ബുദ്ധിമുട്ടി വന്നിട്ട് എനിക്ക് ആ ഒരു മനോഹരമായ വേദിയിലേക്ക് എനിക്ക് കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാലോ. സ്വപ്നങ്ങളുടെ പടികൾ കയറാൻ നേരിട്ട പ്രതിസന്ധികൾ ചെറുതല്ല. ഡോക്ടറെ പോലെ നിരവധി പേർ. ഇവർക്കും എല്ലായിടങ്ങളും വഴികളും ഒരുപോലെ നൽകണം. റാമ്പിൽ തീർന്നോ ഭിന്നശേഷി സൗഹൃദമെന്നും ആലോചിക്കണം. വീൽ ടു റീൽ, എ ഡ്രീം ജേണി. സ്വപ്നങ്ങളുടെ ഉയരത്തിലേക്കെത്താൻ പടികളുടെ എണ്ണം തടസ്സമല്ല. തളരാൻ മനസ്സില്ലെന്ന് പറയുന്ന ഡോക്ടർ ഇതാ വരയും എഴുത്തും ഒപ്പം സിനിമയുമായി നടന്നു നീങ്ങുകയാണ്. ആദ്യ ചിത്രം ഇൻഷാ മുതൽ ഇപ്പോൾ ഒരുങ്ങുന്ന റിട്ടേൺ ടു കാശ്മീർ വരെ. ഇതുപോലെ സിനിമയെ ചേർത്ത് പിടിച്ച് അവരെത്തുമ്പോൾ അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ സുനിഷ യെല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.